ഈ എവിടേക്കാമ്മ കുട്ടിയെ? ആ ആ ആ ഞാൻ മോളെ പൈക്കൂട്ടിനാണ് പൊട്ടിന്നു. ഓള് കയറിൻ്റെ താഴൊക്കെ പൊടിച്ചൊന്നും വേണ്ടാവാക്കേ. ഒരു ഭാഗത്ത് ഇങ്ങനെ നദൽ ഇങ്ങനെ കണ്ടാ ഓൾ എങ്ങോട്ടും പോവില്ല. തിന്ന് വള്ളർച്ചൊരു ഭാഗത്ത് നിൽക്കണതാ. അതിൻ്റെ അടിയിൽ നിന്നാ തണ്ണി നീമ്മട്ടോക്കണു വെള്ളം വെട്ടി തിളക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിക്ക് 2 മണി അരിട്ട് പോരാന്ന് എഴുതിക്കാണ്ട് ഒന്ന് കയറിപ്പോയതാണ്. തോനൊന്നും ഓള് പോവില്ല. ഞക്കരും മെക്കറ്റേ പോയോന്നാവും. തിന്ന് വള്ളർച്ച് വരികയായിരിക്കും. എന്തുത്താ മക്കളെ, ഒരാളനക്കോ ഇല്ല, ഒരേലനക്കോ ഇല്ല. നമ്മളെ നാട്ടിൽ എത്രങ്ങാനും ബാല്യക്കാരി നട്ടുച്ച നേരത്തെ ഉണ്ടായിട്ട് ഒക്കെ ചൂടും പുകയും എടുത്തിട്ട് കണ്ണി കണ്ട നാട്ടിൽ കൂടി ഒക്കെയും തെണ്ട് തിരിഞ്ഞ് പോവുകയാണ്. എന്നിട്ട് പർദ്ദേശം കാട്ടി അതിൽ ഇന്ത്യയിൽ ഇല്ലാത്ത കായ് വണ്ടിയും വിളിച്ച് പോയി. എന്തിയായിരിക്കും കുതിയിട്ടങ്ങനെ ആയിന്നാവോ. അവനാൻ്റെ നാട്ടിലില്ല തലാണ് ഇച്ചയിലേക്ക് ഈ വള്ളം കെട്ടി നിൽക്കണത്. എങ്ങനെ കൂത്താടാനും ഓൽക്ക് അവനാൻ്റെ നാട്ടിൽ തന്നെ വള്ളല്ലേ. എന്തൊരു പത്രാസിലാണ് ഇപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടാക്കി ഈ വള്ളവും. എന്തായിരിക്കും ഈ കുട്ടികളിങ്ങനെ ആയിന്നാവും. പണ്ടൊക്കെ നട്ടുച്ചായ കന്നിനെ കൊടുന്നിട്ടും കെകിയിട്ടും കൂക്കും പുളിയും പാട്ടും എന്തൊരു മട്ടത്തിലായിരുന്നു. ഇനിയൊന്നും ഇപ്പോൾ കേൾക്കൂല മക്കളെ, കേൾക്കൂല. എന്നാൽ നല്ലോണം കന്നിനെ കെക്കി 2 പൂട്ടിക്കഴിഞ്ഞാൽ ഒരു കെക്കി കയറി ഒരു കുണ്ടമിഞ്ഞാണം കഞ്ഞിന് കുടിച്ചിട്ട് ഒരു ഉച്ചാണ് പിന്നെ വെയിലിന് മറിയുമ്പോഴത്തേന് ഒന്നിന് മയങ്ങിയിട്ട് പിന്നെ നീച്ചാൽ പിന്നെ ഒരാളെ പണിയെടുക്കും. വലിയ കൂട്ടാനും കോസുമൊന്നുമില്ല. ചക്ക കൂട്ടാനും കഞ്ഞി എന്തേലും ഉണ്ടെങ്കിൽ എന്തേലും ചെയ്യുമ്പോൾ ചേനയെ ഇട്ടുകാണ്ട് ഒരു കൂട്ടാനുണ്ടാവും. എന്നാലും അതിൻ്റെ ഒരു ചാത് വല്ലാത്തൊരു ചാതയായിരുന്നു. അതിനൊന്നും ആളില്ല. ഏതായാലും ഒക്കെ ചുഖമായിരിക്കും മക്കളെ. ഓളെ കാണാനല്ലേ ഞാൻ പോയി നോക്കട്ടെ. ഇങ്ങോട്ടും ഒക്കെ ഇഞ്ഞിമാരോട്ടി തിന്ന് വള്ളർച്ചിട്ട് പോന്നളാ. എൻ്റെ പിന്നാലെ അടക്കാനാവില്ല. വേറെ നട്ടുച്ചക്ക് നൂലുമ്പന്തലയാണ് മക്കളെ. ചൂടാണെങ്കിൽ അതിനൊക്കെ ഒരു സക്കരി അപ്പോൾ കിട്ടിയായിരിക്കും.